ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ വിരാട് യുദ്ധത്തിന് ശേഷം പാണ്ഡവർ എങ്ങനെ അവരുടെ അജ്ഞാതവാസം കഴിഞ്ഞ് പുറത്തു വരികയാണ്, എല്ലാവരെയും അറിയിക്കുകയാണ് അജ്ഞാതവാസം കഴിഞ്ഞു എന്ന്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും എല്ലാവരും അവിടെ ഒത്തുകൂടുകയാണ്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് രാജാക്കന്മാർ അവിടെ ഒത്തുകൂടിയാണ്. പാണ്ഡവരുമായിട്ട് നല്ല സൗഹൃദമുള്ള എല്ലാവരും അവിടെ ഒത്തുകൂടിയാണ്. ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി. പിന്നെ അതിനു മുമ്പായിട്ട് വിരാട് രാജാവിന് ഒരുപാട് വിഷമം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലായിരുന്നു ഇത്രയും കാലം പാണ്ഡവർ ജീവിച്ചിരുന്നത്. പക്ഷേ ദാസന്മാരെ പോലെയായിരുന്നു. കങ്കനായിട്ട് യുധിഷ്ഠിര മഹാരാജ്, അതായത് രാജാവിൻ്റെ ഒരു ഒരു സേവകനെ പോലെ എന്ന് പറയാം. പക്ഷെ ബ്രാഹ്മണനായിരുന്നു, വേഷമായിരുന്നു ധരിച്ചിരുന്നത്. മന്ത്രിയെ പോലെയായിരുന്നു. പിന്നെ വിരാട് യുദ്ധത്തിൽ ബ്രഹ്മണല ഉണ്ടായതുകൊണ്ട് ഉത്തരകുമാരൻ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞത് രാജാവിന് വലിയ ദേഷ്യമായി, പകിടിയെടുത്ത് എറിയുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ വിഷമാവസ്ഥകളുണ്ടായിരുന്നു. അതേപോലെ ദ്രൗപദി ദേവിക്കും ഒരുപാട് സൈരന്ധ്രിയായിട്ട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ബൃഹന്നളയായിട്ടായിരുന്നു അർജുൻ അവിടെ കാലം കഴിഞ്ഞത്. പിന്നെ നകുലനും സഹദേവനും, അവരും നകുലൻ കുതിരകളുടെ കാര്യം നോക്കുമായിരുന്നു, സഹദേവൻ തൊഴുത്തിലെ കാര്യം നോക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പൊതുവെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഭഗവാന്റെ കാരുണ്യത്താൽ അജ്ഞാതവാസം പൂർണ്ണമായി. ഭഗവാൻ കൃഷ്ണനും ബലരാമനും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ആലോചിക്കുമായിരുന്നു. പിന്നെ അതിനു മുമ്പായിട്ട് അഭിമന്യുവിൻ്റെയും ഉത്തരാദേവിയുടെയും വിവാഹം കഴിയുകയാണ്. ആ വിവാഹ ചടങ്ങിൻ്റെ പിറ്റേന്നായിരുന്നു ഈ ചർച്ച ആരംഭിച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ശാന്തി പ്രസ്താവന വയ്ക്കുക. അവർ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ബലരാമസ്വാമി കുറച്ച് ദുര്യോധനാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. സാത്വിക് വളരെ ശക്തമായിട്ട് പറഞ്ഞു, അവരുമായിട്ട് ഒരു ശാന്തി പ്രസ്താവനയും വേണ്ട, നമ്മൾ യുദ്ധത്തിനായി വെല്ലുവിളിക്കണമെന്നാണ്. ഇത് കേട്ടുടൻ തന്നെ ദ്രുപദനും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ദ്രുപദനും പിന്നെ വിരാട് രാജാവും ഭഗവാൻ കൃഷ്ണനും ബലരാമനും എല്ലാവരും കൂടെ, ആ സഭയിലുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് തീരുമാനമെടുത്തു. ഒരു ദ്രുപദൻ്റെ തന്നെ രാജപുരോഹിതനെ ദൂതനായിട്ട് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ആ ദൂതൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗരവരുടെ ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുക എന്നതാണ്. ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, അവരുടെ ഉള്ളിൽ ആ ധാർമ്മികത ബോധം ഉയർത്തിയെടുക്കുക. അതിലൂടെ അവർക്ക് ഒരു ഭിന്നത സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് സൈന്യബലത്തെ കൂട്ടാനുള്ള സമയം കിട്ടും എന്ന് ദ്രുപദൻ പറയുകയാണ്. നല്ലൊരു ഐഡിയ ആയിരുന്നു. അതുകൊണ്ട് ഇനി അവർ അത് യുദ്ധം മാറ്റാനായിട്ട് അവർ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി യുദ്ധമാണെങ്കിൽ നമുക്ക് അത്രയും സമയം കിട്ടില്ല. അതുകൊണ്ട് കുരുശ്രേഷ്ഠന്മാരുടെ അടുത്ത് നമ്മുടെ ആ ധാർമ്മികത്വം, കാരണം ഈ 12-13 വർഷത്തിനുള്ളിൽ മിക്ക ആൾക്കാരും മറന്നു കാണും പാണ്ഡവർ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ. അതുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുക, അത് അവരുടെ അവകാശമാണ്, ധർമ്മമാണ്, അധർമ്മം ചെയ്യരുത് എന്നുള്ള ആ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ ദ്രുപദൻ പറയുകയാണ്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗുരുപ്രണാമ മന്ത്രങ്ങൾ ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൻ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച
श्रीरूपं साग्रजातं सर्गरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सर्गललिता श्रीविशाखान्वितं च नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने नमाचार्यपादाय निताय कृपप्रदायिने गौरकथाधारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवासुबालवी देवी देदाय कृपाब्धये कृष्णसम्बन्धविज्ञानादायिने प्रभवे नमः माधुर्योज्ज्वलप्रेमाढ्या श्रीरूपानुगभक्तिदा श्रीगौरकरुणाशक्तिविग्रहाय नमोस्तुते नमस्ते गौरवाणी श्रीमुक्ते दीनतारिणे रूपानुगविरुधाभसिद्धान्तद्वन्द्वहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्भोधि पादाम्बुजान्ते नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय गौराविर्भावभूमेस्त्वं निर्दिष्टसज्जनप्रिय वैष्णवस्सर्वभौमा श्रीजगन्नाथाय ते नमो महावदन्याय कृष्णप्रेमप्रदाय ते कृष्णाय कृष्णचैतन्यनामिने गौरकृष्ण पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते जयतां सुरतो पङ्गुर्मम मन्दमतिर्गतिमत्सर्वस्य पादाम्बुजो राधामतिरमोहन दिव्यद्वृन्दारण्यकल्पद्रुमदः श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीरघुविन्ददेवो प्रेष्ठानभिः सेव्यमानो स्मरामि श्रीवण्डासरसारम्भी वंशीवरत्तटस्थिता कर्षन् वेणुस्वनेर्गोप्यगोपीनाथश्रीस्तिना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी विश्वभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासवि गौरभक्तवृन्द जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासवि गौरभक्तवृन्द जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासवि गौरभक्तवृन्द हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे राम 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 हरे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत् हरे കൃഷ്ണ. ഇനി മഹാഭാരതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. കൗരവരും പാണ്ഡവരും ഒരേപോലെ തന്നെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണനും മറ്റ് യാദവരും ദ്വാരകയിലേക്ക് തിരിച്ചെത്തുകയാണ്. ദുര്യോധൻ കേട്ടു ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് വന്നു. അതുകൊണ്ട് ദുര്യോധൻ വിചാരിച്ചു ദുര്യോധൻ സ്വയം ദ്വാരകയിൽ ചെന്ന് ഭഗവാൻ കൃഷ്ണനെ തൻ്റെ പക്ഷത്താക്കാം. ചാരന്മാരിൽ നിന്നും പാണ്ഡവര് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ധൃതരാഷ്ട്രനും ദുര്യോധനും ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരുടെ അടുത്തേക്ക് ദൂതന്മാരെ അയക്കാൻ തുടങ്ങി, എല്ലാവരെയും അവരുടെ പക്ഷത്താക്കാൻ. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഒരു ദൂതനെ അയച്ചാലൊന്നും കൈ വരുന്ന ആളല്ല. അതുകൊണ്ട് സ്വയം തന്നെ പോകണമെന്ന് ദുര്യോധൻ തീരുമാനിക്കുകയാണ്. അതും ഭഗവാൻ കൃഷ്ണനും യാദവർ എന്ന് പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള യോദ്ധാക്കളാണ്. അതുകൊണ്ട് ദുര്യോധൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും കൃഷ്ണനെ എൻ്റെ പക്ഷത്താക്കി കഴിഞ്ഞാൽ, യാദവരെ എൻ്റെ പക്ഷത്താക്കി കഴിഞ്ഞാൽ ജയം ഉറപ്പായിരിക്കും. പിന്നെ പാണ്ഡവർക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്.
പാണ്ഡവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് എന്ന് ദുര്യോധനൻ അറിയുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് അംഗരക്ഷകന്മാരെയും കൊണ്ട് ദുര്യോധൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കുതിരയിൽ കയറി ദ്വാരകയിലേക്ക് യാത്ര ആരംഭിച്ചു. അതേ സമയത്ത് വിരാട് രാജ്യത്തിലിരുന്നപ്പോൾ അർജുനും ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുകയാണ്. യുധിഷ്ഠിരനായിട്ട് ആലോചിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനും പറഞ്ഞു, തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് നീ തന്നെ പോയി ഭഗവാനെ നമ്മുടെ പക്ഷത്താക്കണം. ഉടൻ തന്നെ ഒരു രഥത്തിൽ കയറി അർജുന് യാത്രയാവുകയാണ്. അങ്ങനെ അർജുനും ദ്വാരകയിലേക്ക് എത്തി. അർജുൻ ഭഗവാന്റെ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം ചെന്നപ്പോൾ കണ്ടത് അവിടുത്തെ ദ്വാരപാലകന്മാര് ദുര്യോധനെ സ്വീകരിച്ച് അകത്തോട്ട് കയറ്റുന്നതാണ് കണ്ടത്. അങ്ങനെ 2 പേരും അന്യോന്യം കണ്ടു. ദുര്യോധനും അർജുനും 2 പേരും പ്രണാമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, വളരെ സൗഹൃദത്തിൽ. എന്നിട്ട് 2 പേരും ഒരുമിച്ചാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ പൊതുവെ നമ്മൾ കേൾക്കുന്നത് ആദ്യം ദുര്യോധനൻ എത്തി, എന്നിട്ട് പിന്നെ അർജുനൻ എത്തി. ഇത് 2 പേരും ഏകദേശം ഒരേ സമയത്ത് തന്നെ എത്തിയത്. അങ്ങനെ അകത്ത് നിന്ന് നോക്കിയപ്പോൾ ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. ഭഗവാൻ കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ ഒരു ഭാര്യ ഭഗവാൻ ഇങ്ങനെ ചാമരം വെച്ച് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ദുര്യോധനൻ നേരെ ഭഗവാന്റെ ശിരസിന്റെ അവിടെ വന്നിട്ട് അവിടെ ചെന്ന് ഇരുന്നു. എന്നിട്ട് അർജുൻ ഭഗവാന്റെ പാദത്തിന്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് ഇരുന്നില്ല, കൈ കൂപ്പി ഭഗവാന്റെ പാദത്തിന്റെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള മുഖത്തെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭാവം എങ്ങനെയാണോ, ഭഗവാൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മുടെ ബോധം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഭഗവാൻ തിരിച്ചു അനുഗ്രഹം നൽകുന്നത്. ഭഗവാൻ ഇന്നും ഈ ലോകത്തിലുണ്ട്, വിഗ്രഹത്തിലൂടെയും തിരുനാമത്തിലൂടെയൊക്കെ, അല്ലേ? ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള വിഗ്രഹമുണ്ട്. എന്നാൽ ആ വിഗ്രഹത്തിലൂടെയും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരും. പക്ഷെ നമ്മുടെ സമീപനം എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. ഇവിടെ ദുര്യോധനൻ ഭഗവാനെ കാണുന്നുണ്ട്, അർജുനും കാണുന്നുണ്ട്. പക്ഷെ 2 പേരുടെയും മനോഭാവം വ്യത്യസ്തമാണ്. അന്നേരം ഭഗവാൻ ഇല്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. സർവ്വവ്യാപിയാണ് ഭഗവാൻ. അതിനെക്കാട്ടി ഉപരി ഭഗവാൻ ശ്രീമദ് ഭാഗവത്തിലൂടെയും തിരുനാമത്തിലൂടെയും ഭഗവാൻ വിഗ്രഹ രൂപത്തിലും കലിയുഗത്തിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നാമജപത്തിനോട് നമ്മുടെ സമീപനം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഭഗവാൻ നമ്മളോട് തിരിച്ച് അനുഗ്രഹം നൽകുന്നത്. പക്ഷെ പൊതുവേ നമുക്ക് നാമജപത്തിൽ വിശ്വാസം കുറവാണ്. നമ്മൾ നേരിട്ട് ഭഗവാനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ തിരുനാമം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതായത് അർജുൻ കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് നമ്മൾ ജപിക്കുന്ന തിരുനാമത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാനെ ഇവിടെ കണ്ടുകൊണ്ട് അർജുൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ കണ്ണീര് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉണർന്നു. ഭഗവാന്റെ ആ സുന്ദര കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ആദ്യം അർജുനെ കണ്ടത്. അന്നേരം ഭഗവാൻ കൃഷ്ണൻ ഉണർന്നു എന്ന് കണ്ടപ്പോൾ അർജുൻ കൈകൂപ്പി ഇങ്ങനെ വീണ്ടും തല കുനിച്ച് ഇങ്ങനെ നമസ്കരിച്ചു. ഭഗവാൻ എഴുന്നേറ്റ് കട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഭഗവാൻ ദുര്യോധനെയും കണ്ടു തലഭാഗത്തിരിക്കുന്നത്. അന്നേരം 2 പേരും ഭഗവാൻ സ്വീകരിച്ചിരുത്തി. അവരെല്ലാം സ്വാഗത സൽക്കാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 2 പേരോടും ചോദിച്ചു, എന്താണ് വരാനുണ്ടായ കാരണമെന്ന്. ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് എന്നോടും അർജുനോടും തുല്യഭാവമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ.
അതുകൊണ്ട് ഞാൻ അങ്ങയുടെ സഹായം തേടി വന്നതാണ് യുദ്ധത്തിനായിട്ട്. എന്തായാലും യുദ്ധം നടക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങ് മധുസൂദനാണ്. അതുകൊണ്ട് ഞാൻ അർജുൻ്റെ മുമ്പായിട്ട് തന്നെ വന്ന ആളാണ് ഇവിടെ. അതുകൊണ്ട് അങ്ങ് എൻ്റെ പക്ഷത്ത് നിൽക്കണം എന്നത് എൻ്റെ അവകാശമാണ്. പൊതുവെ അങ്ങേപോലെ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ധർമ്മം അനുസരിച്ചാണല്ലോ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാനല്ലേ ആദ്യം വന്നത്. ഭഗവാൻ ഒന്ന് ചിരിച്ചു ദുര്യോധനെ നോക്കിയിട്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു നീ ആദ്യം വന്നു എന്ന്. പക്ഷെ ഞാൻ അർജുനെയാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും സഹായിക്കാം എന്ന് തീരുമാനമെടുത്തു. പിന്നെ ശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ പ്രായം കുറഞ്ഞവർക്കാണ് ആദ്യം നമ്മൾ ചാൻസ് കൊടുക്കേണ്ടത്. അവർക്കാണ് ഒരു അവസരം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ആദ്യം അർജുനെ ആയിരിക്കും സഹായിക്കുന്നത്. എനിക്ക് വിശിഷ്ട ഒരു സൈന്യ വിഭാഗമുണ്ട്, നാരായണ സേന എന്ന് പറയുന്നത്. അന്നേരം അതിൽ 10 ലക്ഷം യോദ്ധാക്കളുണ്ട്. ആ ഓരോ യോദ്ധാക്കളും എന്നെ പോലെ യുദ്ധം ചെയ്യുന്നവരാണ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നാരായണ സേന ഏറ്റെടുക്കൂ, എന്നിട്ട് അടുത്ത ഒരാൾ എന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ യുദ്ധം ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ആയുധങ്ങളൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് കുന്തിപുത്ര, നീ പറയൂ, നീ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പോ ഒരു സംശയമില്ലാതെ അർജുൻ കൃഷ്ണനെ തിരഞ്ഞെടുത്തു. ഇത് കേട്ട ഉടനെ ദുര്യോധന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ അതൊക്കെ ഒന്ന് പുറത്ത് കാണിക്കാതെ, ഭാവം ഒന്ന് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി. അന്നേരം ദുര്യോധനൻ ചിന്തിക്കുകയായിരുന്നു, മണ്ടൻ അർജുൻ, അവൻ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്. അവൻ കൃഷ്ണന്റെ 10 ലക്ഷം യോദ്ധാക്കളെയാണ് വേണ്ടെന്ന് വെച്ചത്. കൃഷ്ണനാണെങ്കിൽ യുദ്ധം പോലും ചെയ്യത്തില്ല. എത്ര വലിയ മണ്ടത്തരമാണ് ഇവൻ കാണിച്ചതെന്ന്. അന്നേരം ദുര്യോധനൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അന്നേരം എനിക്കിപ്പോൾ ഇനി വേറെ വഴിയൊന്നും ഇല്ലല്ലോ, അങ്ങയുടെ സൈന്യത്തെ സ്വീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്നാൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോട്ടെ കേശവ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അന്നേരം ഭഗവാന്റെ സൈന്യത്തെ കിട്ടിയപ്പോൾ ദുര്യോധന് വലിയ സന്തോഷമായി. നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി. എന്നിട്ട് നേരെ ബലരാമസ്വാമിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവന് ഉറപ്പുണ്ടായിരുന്നു ബലരാമസ്വാമി എന്തായാലും ദുര്യോധന്റെ പക്ഷത്തായിരിക്കുമെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് വിചാരിച്ചു. അന്നേരം അവിടെ ചെന്നപ്പോൾ ബലരാമസ്വാമി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ബലരാമസ്വാമി നമസ്കരിച്ചു, ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് ദുര്യോധനൻ ബലരാമസ്വാമിയുടെ സമക്ഷം അഭ്യർത്ഥന പ്രകടിപ്പിച്ചു. ബലരാമസ്വാമി വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ദുര്യോധന, നിനക്ക് വേണ്ടി ഞാൻ വിരാട് സഭയിൽ വെച്ച് സംസാരിച്ചിരുന്നു. അഭിമന്യുവിന്റെ വിവാഹ സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങളോടും പാണ്ഡവരോടും നമുക്ക് ഒരേ മനോഭാവമാണ്. നിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അതേസമയത്ത് പാണ്ഡവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ കേശവൻ ഞാൻ പറയുന്നൊന്നും കേട്ടില്ല. കേശവനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ രണ്ട് പക്ഷത്തും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ധർമ്മം അനുസരിച്ച് നീ യുദ്ധം ചെയ്യും, നിനക്ക് എല്ലാ നന്മയും വരട്ടെ എന്ന് പറഞ്ഞ് ബലരാമസ്വാമി അനുഗ്രഹിക്കുന്നു. ബലരാമസ്വാമി എഴുന്നേറ്റ് ദുര്യോധനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ദുര്യോധൻ പറഞ്ഞു, ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം തന്നെ ബലരാമസ്വാമി മനസ്സിൽ വിചാരിച്ചു, നിങ്ങളുടെ ആരും പോയി. ബലരാമസ്വാമി അത് കേട്ടത് പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, നിങ്ങളുടെ കാര്യം മോനെ പോയി, ഇനി ഒരു രക്ഷയില്ല.
പക്ഷെ ദുര്യോധനോട് ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ദുര്യോധൻ കൊട്ടാരത്തിൽ നിന്ന് പോയി, എന്നിട്ട് നേരെ കൃതവർമ്മയെ കാണാൻ പോയി. അത് കൃതവർമ്മ എന്ന് പറയുന്നത് യദുക്കളുടെ സേനാപതിയായിരുന്നു. കൃതവർമ്മയുടെ അഭ്യർത്ഥിച്ചു. അന്നേരം പൊതുവെ ആരെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൗരവപക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ എന്ന് സമ്മതിച്ചു എന്നുള്ളതാണ്. 10 ലക്ഷം യാദവ സൈന്യത്തെ നിയന്ത്രിക്കുന്ന കൃതവർമ്മയായിരിക്കും. എന്നിട്ട് ആ 10 ലക്ഷം യോദ്ധാക്കളെയും കൊണ്ട് ദുര്യോധന യാത്രയാവുകയാണ്. ആ യോദ്ധാക്കളെ കാണുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു. അത്രയ്ക്ക് ശക്തരായിരുന്നു യാദവ സൈന്യം, ആ നാരായണസേന. കൃതവർമ്മയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് യാത്രയാവുകയാണ്. അതേ സമയത്ത് കൊട്ടാരത്തിൽ ഭഗവാൻ കൃഷ്ണനും അർജുനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ ചോദിച്ചു, അർജുന, നീ എന്നെ എന്തിനാ തെരഞ്ഞെടുത്തത്? നിനക്കറിയായിരുന്നല്ലോ ഞാൻ യുദ്ധം പോലും ചെയ്യത്തില്ലെന്ന്, എൻ്റെ സൈന്യം പോലും എൻ്റെ കൂട്ടത്തിൽ ഇല്ല, ഞാൻ ആയുധമൊന്നും എടുക്കത്തില്ല. ഉടൻ തന്നെ അർജുൻ പറഞ്ഞു, അങ്ങ് എവിടെയുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്, അതിലൊരു സംശയമില്ല. അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൗരവരെ എല്ലാം അങ്ങക്ക് കൊല്ലാൻ കഴിയും. അങ്ങ് എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ എനിക്കും അത് ചെയ്യാൻ കഴിയുന്നു. അങ്ങ് ഏറ്റവും കീർത്തിമാനും ഏറ്റവും തേജസ്വിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ലോകത്തിൽ. അതുകൊണ്ട് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനും കീർത്തി ആർജിക്കും. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഭഗവാനെ, അങ്ങ് എൻ്റെ സാരഥ്യം വഹിക്കണമെന്ന്. അതുകൊണ്ട് അങ്ങേക്ക് അത് സ്വീകാര്യമാണെങ്കിൽ എൻ്റെ സാരഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ ഭഗവാൻ പറയുക, എനിക്ക് സന്തോഷമായി, നീ എന്നെ നിനക്ക് തുല്യമായിട്ട് കാണുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. ഭഗവാന്റെ ഒരു പറച്ചിലും ഇവിടെ, നിനക്ക് തുല്യമായിട്ട് കാണുന്നല്ലോ, അത് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഭഗവാൻ തോളയിൽ കൈവയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി നിന്റെ സാരഥിയാവാൻ ഞാൻ തയ്യാറാണ്, നിന്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൂട്ടുകാരും സൗഹൃദത്തോടു കൂടി കുറച്ച് നാൾ ദ്വാരകയിലായിരുന്നു. എന്നിട്ട് തിരിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ കുറച്ച് യാദവരെയും കൊണ്ട്, യോദ്ധാക്കളെയും കൊണ്ട് അവർ നേരെ വിരാട് രാജ്യത്തിലേക്ക് യാത്രയാവുകയാണ്. ശല്യന് യുദ്ധത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടി. ശല്യൻ എന്ന് പറയുന്നത് മാദ്രിയുടെ സഹോദരനുമാണ്. അതുകൊണ്ട് പാണ്ഡവരെ തന്നെ സഹായിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് യുധിഷ്ഠിരനുമായിട്ട് നല്ല ശക്തമായിട്ടുള്ള സൗഹൃദമുണ്ട്. അതുകൊണ്ട് പാണ്ഡവരെ വീണ്ടും കാണണമെന്ന് ശല്യന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് നേരെ സൈന്യമായിട്ട് അദ്ദേഹം വിരാട് രാജ്യത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ വലിയൊരു സൈനിക കൂട്ടമായിട്ട് അവർ യാത്ര തുടർന്നു വിരാട് രാജ്യത്തിലേക്ക്. അവരുടെ സൈന്യബലത്തെക്കുറിച്ച് പറയുന്നു, ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ശല്യന്റെ സൈന്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു സമുദ്രം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ തോന്നും. അത്രയ്ക്ക് 6 കിലോമീറ്റർ ചുറ്റളവിൽ നിറഞ്ഞു നിന്നിരുന്നു ശല്യന്റെ സൈന്യം. അങ്ങനെ അവർ മെല്ലെ മെല്ലെ ഭൂമി ഇങ്ങനെ കുലുങ്ങുകയായിരുന്നു ആ സൈന്യത്തിന്റെ ആ പ്രകമ്പനം കൊണ്ടുകൊണ്ട്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയായിരുന്നു ഇവരുടെ
കാൽ ചവിട്ടുകൾ കാരണം. അന്നേരം ശല്യൻ ഇങ്ങനെ വിരാട് രാജ്യത്തിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞിട്ട് ദുര്യോധൻ ഒരു കുരുട്ടുബുദ്ധി തോന്നി. അന്നേരം യാത്ര മധ്യയിൽ തന്നെ ദുര്യോധന് ശല്യൻ ഒരു സ്വീകരണം നൽകാമെന്ന് വിചാരിച്ചു. അന്നേരം അദ്ദേഹം എന്ത് ചെയ്തു, ദുര്യോധൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവിടെ ഒരു മണിമാളിക നിർമ്മിച്ചു, രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച, എന്നിട്ട് പല പല കലാകാരന്മാരെയൊക്കെ പല പല അവരുടെ മനോരഞ്ജനത്തിന് വേണ്ടി കലാ സൃഷ്ടികളൊക്കെ അവതരിപ്പിച്ചു. നൃത്തമായിട്ടും ഗാനമായിട്ടും ഒക്കെ ഏറ്റവും സുഭക്ഷ്യമായിട്ടുള്ള ഭക്ഷണം, പാനീയങ്ങളൊക്കെ നൽകി. പല പല കൃത്രിമ തടാകങ്ങൾ അവിടെ നിർമ്മിച്ചു, താമര കൊണ്ടും അതുമൊക്കെ, വെള്ളച്ചാട്ടമൊക്കെ അവർക്കൊക്കെ. അന്നേരം ഓരോ സ്ഥലത്ത് എത്തുന്തോറും ആയിരക്കണക്കിന് ബ്രാഹ്മണർ അവരെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. എല്ലാവിധ ആദരവും ബഹുമാനവും ഒക്കെ നൽകി. അങ്ങനെ അവരെ എല്ലാവരെയും സ്വീകരിച്ചൊരു കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അന്നേരം ദേവേന്ദ്രന് നൽകുന്ന അതേ രീതിയിലുള്ള ആദരവാണ് കൊടുത്തത്. ഇതൊക്കെ സ്വീകരിച്ചിട്ട് ശല്യൻ വളരെ സന്തുഷ്ടനായി. അന്നേരം ശല്യൻ വിചാരിച്ചു ഇതെല്ലാം യുധിഷ്ഠിരൻ തന്നെ തയ്യാറാക്കിയതായിരിക്കും ശല്യനെ സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് സേവകരോട് ചോദിച്ചു, യുധിഷ്ഠിരൻ എവിടെ? അവരെ എത്രയും പെട്ടെന്ന് വരാൻ പറയൂ, അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. ഇത് കേട്ടിട്ട് സേവകരാണെങ്കിൽ അത്ഭുതപ്പെട്ടു. അവർ നേരെ ദുര്യോധൻ്റെ അടുത്ത് ചെന്നു. ഇത്രയും നേരം ദുര്യോധൻ ഫ്രണ്ടിൽ വന്നില്ലായിരുന്നു. എന്നിട്ട് എല്ലാം ദുര്യോധനോട് പറഞ്ഞു. അന്നേരം സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ശല്യൻ. അത്രയ്ക്ക് ശല്യനെ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ദുര്യോധൻ നേരെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിന്നു. എന്നിട്ട് പറഞ്ഞു, സ്വാഗതം, ഇനി അങ്ങയുടെ സേവനത്തിനിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ട ഉടനെ ശല്യന് വലിയ ഷോക്കായി. പക്ഷെ എന്നിട്ടും അത് പുറത്ത് കാണിക്കാതെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ സ്വാഗത സൽക്കാരത്തിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. അതുകൊണ്ട് ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയാൻ പറഞ്ഞു. ദുര്യോധൻ കൈകൂപ്പിട്ട് പറഞ്ഞു, എനിക്കൊരു വരം വേണം. അങ്ങും എൻ്റെ ഒരു സേനാപതിയായിട്ട് എൻ്റെ കൂട്ടത്തിൽ കാണും. ശല്യന് മനസ്സിലായി ഇവൻ പറ്റിച്ചതാണെന്ന്. പക്ഷേ ഇങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. അന്നേരം പറഞ്ഞു, ഇത് കൂടാതെ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ദുര്യോധൻ പറഞ്ഞു, ഇത് കൂടാതെ എനിക്ക് ഒരു ആഗ്രഹമില്ല. അന്നേരം അങ്ങ് എൻ്റെ കൂട്ടത്തിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാണ്ഡവർക്കെതിരെ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം കേട്ട ഉടനെ ശല്യന് വലിയ വിഷമായി. അപ്പോൾ ശല്യൻ ദുര്യോധനോട് പറഞ്ഞു, അങ്ങനെ അങ്ങയുടെ രാജധാനിയിലേക്ക് തിരിച്ചു പോകും. ഞാൻ അവിടെ അധികം താമസിക്കാതെ എത്താം. പക്ഷേ ആദ്യം എനിക്ക് യുധിഷ്ഠിരനെ ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് പൊയ്ക്കോളൂ, പക്ഷെ അതിവേഗം അവിടെ എത്തണം. ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങ് നൽകിയ പ്രതിജ്ഞ അങ്ങ് മറന്നു പോരുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ശല്യൻ നേരെ വിരാട് രാജ്യത്തിലേക്ക് പോവുകയാണ്. പാണ്ഡവര് അദ്ദേഹത്തെ കണ്ടു, സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഒരു ആസനത്തിൽ ഇരുത്തി. ശല്യൻ പാണ്ഡവരെല്ലാം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വനവാസത്തിന് ശേഷം തിരിച്ചു കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ഈ 13 വർഷം നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ദുരിതങ്ങളല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അധികം താമസിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം കൊല്ലും എന്നതിൽ ഒരു സംശയമില്ല. ആ സമയത്ത് യുധിഷ്ഠിരൻ ശല്യന്റെ പാദത്തിന്റെ അവിടെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ശല്യൻ യുധിഷ്ഠിരനോട് പറയുക,
നീ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനാണ്. അങ്ങയുടെ ഉള്ളിൽ ഒരു ചെറിയ പോലും അത്യാഗ്രഹം ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഋഷിമാരെ പോലെ, വലിയ വലിയ രാജഋഷിമാരെ പോലെ ആത്മനിയന്ത്രണം, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ക്ഷമ, സത്യസന്ധത, അഹിംസ, എല്ലാ ഗുണങ്ങളും അങ്ങയുടെ ഉള്ളിലുള്ളതാണ്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അദ്ദേഹം പറയുക, കാണുക എന്നത് അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. ധർമ്മിഷ്ഠനാണ് അങ്ങ്, സൗമ്യശീലനാണ്, എല്ലാവിധ ധാർമ്മിക ഗുണങ്ങളുമുണ്ട്, എല്ലാവരോടും കാരുണ്യമുള്ള വ്യക്തിയാണ്. അങ്ങ് രാജാക്കന്മാരുടെയും രാജാവാണ്. അതുകൊണ്ട് എൻ്റെ വലിയ ഭാഗ്യമാണ് അങ്ങേ നേരിട്ട് കാണുന്നത്, എല്ലാവിധ തടസ്സങ്ങൾക്കും ശേഷം. എന്നിട്ട് ശല്യൻ ദുര്യോധൻ്റെ ആ ചതിയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തു എന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് വലിയ വിഷമായി. പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് എന്തായാലും വാക്ക് കൊടുത്തതല്ലേ. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങേക്ക് അവിടെ വേറൊരു ഓപ്ഷനൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങ് ദുര്യോധൻ്റെ പക്ഷത്ത് ചേരുന്നതിന് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു അഭ്യർത്ഥനയാണ്, അങ്ങ് നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ശല്യം ചോദിച്ചു, എന്താണെന്ന്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം അങ്ങ് നല്ലൊരു സാരഥിയാണ്. അതുകൊണ്ട് അർജുനും കർണനുമായിട്ടുള്ള അവസാനത്തെ യുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും കർണൻ്റെ രഥം ഓടിക്കാൻ അങ്ങ് ഏൽപ്പിക്കുന്നതായിരിക്കും. ആ സമയത്ത് കർണനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെ അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യണമെന്ന്. ഇത് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന വലിയൊരു തെറ്റാണ്. പക്ഷേ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് ഇത് ചെയ്യണമെന്ന്. കാരണം എന്തായാലും കർണനെ നമുക്ക് വധിക്കേണ്ടതായിട്ട് വരുന്നു. എന്നിട്ട് ഇത് കേട്ടപ്പോൾ ശല്യന് വലിയ സന്തോഷമായി. ശല്യം വിചാരിച്ചു, ദുര്യോധനൻ എന്തായാലും ചതിവിലൂടെയാണ് എന്നെ അങ്ങോട്ടാക്കിയത്, അന്നേരം അവനിട്ട് ഒരു നല്ലൊരു ചതി കൊടുക്കണം. അന്നേരം സന്തോഷമായി, പാണ്ഡവർക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പാണ്ഡവരോട് ചെയ്ത അനീതി, അധർമ്മം ശല്യനെ ഒരുപാട് വിഷമിപ്പിച്ചു. കൗരവർ ഇത്രയും വലിയൊരു അധർമ്മം എങ്ങനെ ചെയ്തു? ഇത് പാണ്ഡു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായേനെ. അതുകൊണ്ട് കൗരവർക്ക് എന്തായാലും ഒരു നന്മ അവർക്ക് വേണ്ടി പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം പാണ്ഡവരെ പോലെ ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ളവരുടെ ഇത്രയും വലിയ ചതിവാണ് ചെയ്തത്. പ്രത്യേകിച്ചും ദ്രൗപദി ദേവി അപമാനിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ശല്യൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. ശല്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും. അതുകൊണ്ട് ദുര്യോധന ഉറപ്പായിട്ടും എന്നെ കർണന്റെ സാരഥിയാക്കും. അതുകൊണ്ട് ആ സമയത്ത് കർണന്റെ ഉത്സാഹത്തെ കെടുത്തുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അതുകൂടാതെ കർണനും ഈ എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടുനിന്നു. കർണനും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന്. അന്നേരം അങ്ങനെ ആയിരിക്കണമല്ലോ, രാജതന്ത്രം അങ്ങനെ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങ് വിഷമമൊന്നും വിചാരിക്കരുത്. ഇത് പരമോന്നതമായിട്ട് ഈശ്വരൻ്റെ ഒരു നിശ്ചയമുണ്ട്. അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ചില സമയത്ത് ദുരിതം അനുഭവിക്കേണ്ടി വരും. അന്നേരം ചോദിച്ചു, സാക്ഷാൽ ദേവേന്ദ്രന് പോലും ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ യുധിഷ്ഠിരൻ ശല്യനോട് ചോദിച്ചു, അതെപ്പോഴാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അന്നേരം അത് വിശദമായിട്ട് ശല്യൻ പറയുകയാണ്. ദേവേന്ദ്രൻ എങ്ങനെയാണ് രാജ്യമൊക്കെ നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊരു കഥ അവിടെ പറയുകയാണ്. അങ്ങനെ മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം ശല്യൻ അവിടുന്ന് യാത്രയാവാൻ തീരുമാനിക്കുകയാണ്. യുധിഷ്ഠിരൻ വീണ്ടും എല്ലാവിധ ബഹുമാനമൊക്കെ സമർപ്പിച്ചു. എന്നിട്ട് അങ്ങയുടെ വാക്ക് മറക്കരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ശല്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനത് പാലിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ശല്യൻ അവിടുന്ന് ഹസ്തിനപുരിയിലേക്ക് യാത്രയാകുകയാണ്. ശല്യൻ പോയതിൻ്റെ പുറകെ തന്നെ സാത്വികി ദ്വാരകയിൽ നിന്നും വിരാട് രാജ്യത്തിലേക്ക് എത്തുകയാണ്. സാത്വികിക്കൊപ്പം
വലിയൊരു സൈന്യം തന്നെ, രഥങ്ങളും കുതിരകളും ആനകളും പടയാളികളും ഉൾപ്പെടെയുള്ള വലിയൊരു സൈന്യക്കൂട്ടം വരികയാണ്. അവരുടെ കൈകൾ മഴുവുണ്ട്, വാളുണ്ട്, കുന്തമുണ്ട്, ഗദകളുണ്ട്, പലതരത്തിലുള്ള വില്ലുകളും വലിയ ശക്തമായിട്ടുള്ള ഒരു അക്ഷൗണി സൈന്യമായിട്ട് വരികയാണ്. നിരം സമുദ്രത്തിനോടൊപ്പം നദി വന്നു ചേരുന്നത് പോലെ യുധിഷ്ഠിരന്റെ പടയോടൊപ്പം സാത്വികിയുടെ അക്ഷൗണി പടയും കൂടെ ചേരുകയാണ്. ഒന്നിന്റെ പുറവെ പല പല രാജാക്കന്മാരും അവരുടെ സൈന്യമായിട്ട് യുധിഷ്ഠിരന്റെ പക്ഷത്ത് ചേരുകയാണ്. ദൃഷ്ടകേതു, ചേതി രാജ്യത്തിലെ ദൃഷ്ടകേതു ചേരുകയാണ് ഒരു അക്ഷൗണിയായിട്ട്. പിന്നെ മഗധ രാജ്യത്തിലെ ജയത്സേനൻ, പാണ്ഡ്യ രാജാവും വിരാട് രാജാവും കൂടെ ചേർന്ന് ഒരു അക്ഷൗണി പടയെ കൊടുക്കുകയാണ്. അതുകൂടാതെ ദ്രുപദന്റെ സൈന്യത്തെയും കൊണ്ടുവരികയാണ്. പല പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ 2 മക്കളും കൂടി ചേർന്ന് ഏകദേശം 2 അക്ഷൗണി പടയെ തയ്യാറാക്കി. അതുകൊണ്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ 7 അക്ഷൗണി പട വിരാട് രാജ്യത്തിൽ റെഡിയായിട്ട് നിന്നു പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട്. ഇതേ സമയത്ത് ഹസ്തിനപുരിയിൽ പല പല രാജാക്കന്മാരും ദുര്യോധനെ സഹായിക്കാനായിട്ട് എത്തി. അവര് 11 അക്ഷൗണി പടയെ തയ്യാറാക്കി. എന്നാൽ ഈ 11 അക്ഷൗണി പടയെ കൊണ്ട് ഹസ്തിനപുരി നിറഞ്ഞപ്പോ അവിടെ സത്യം പറഞ്ഞ നല്ല തിക്കും തിരക്കുമായി. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനുള്ള സ്ഥലം പോലും ഇല്ല. അത്രയ്ക്ക് സൈന്യങ്ങൾ ഹസ്തിനപുരിക്ക് ചുറ്റും നിറഞ്ഞു എന്നുള്ളതാണ്. ദുര്യോധൻ ഇവരുടെ എല്ലാം ഉല്ലാസത്തിന് വേണ്ടി പല പല സേവകരെയും അവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഈ 11 അക്ഷൗണി പടയുടെ എത്രയോ 10 ഇരട്ടി ആൾക്കാരെ അവിടെ സേവകരായിട്ട് നിർത്തിയിരുന്നതുള്ള. അതുകൊണ്ട് ഈ പടയാളികൾക്കെല്ലാം വേണ്ടുന്ന ഭക്ഷണവും അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള എല്ലാ പരിപാടികളും അവിടെ തയ്യാറാക്കിയിരുന്നു. അവരെല്ലാം യുദ്ധത്തിന് വേണ്ടിയുള്ള ആ നിർദ്ദേശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി പാണ്ഡവരുമായിട്ട് നേരിട്ട് ഒരു തീരുമാനം എടുക്കുക, യുദ്ധത്തെ എപ്പം നടത്തണം, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ യുദ്ധം തന്നെ. കൗരവരെല്ലാവരും എന്തായാലും പാണ്ഡവ പക്ഷത്തിൽ നിന്ന് ഒരു ദൂത് വരും എന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദ്രുപദന്റെ രാജപുരോഹിതൻ അവിടെ എത്തുകയാണ്. അദ്ദേഹം ഒരു ദൂരത്ത് നിന്ന് നോക്കുമ്പോഴേ പല പല സ്ഥലങ്ങളിലും ഈ കാർമേഘം എല്ലാം കൂടി നിൽക്കുന്നത് പോലെ, കാർമേഘം കൊണ്ട് ആകാശം ഭൂമിയിൽ നിന്നും മറയുന്നത് പോലെ സൈന്യത്തെ കണ്ടു. പല പല സ്ഥലത്തും സൈന്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുന്നതായിട്ട്. അങ്ങനെ ആ തിക്കും തിരക്കിന്റെ ഇടയിൽ കൂടെ അദ്ദേഹം വഴിയിലൂടെ സഞ്ചരിച്ച് എങ്ങനെയൊക്കെയോ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ രാജാവ് സ്വയം അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. ഭീഷ്മർ കാരണം പാണ്ഡവരെ പ്രതിനിധീകരിച്ചാണല്ലോ പോകുന്നത്. അങ്ങനെ നേരെ അദ്ദേഹത്തെ സഭയിലേക്ക് കൊണ്ടുവന്നു. എല്ലാവിധ അർഘ്യവാദ്യങ്ങളും കൊടുത്തു. എന്നിട്ട് സഭയോട് സംസാരിക്കാൻ പറഞ്ഞു. എന്താണ് സന്ദേശം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കിയിട്ട് പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ധൃതരാഷ്ട്രരും പാണ്ഡുവും സഹോദരങ്ങളാണ്. അതുകൊണ്ട് 2 പേർക്കും തുല്യമായിട്ടുള്ള അവകാശമുണ്ട് ഈ രാജ്യത്തിൽ. ഇതിൽ ആർക്കും ഒരു സംശയമില്ല. ധൃതരാഷ്ട്രപുത്രന്മാർക്കും ഈ രാജ്യത്തിൽ അവകാശമുണ്ട്.
പക്ഷെ പാണ്ഡവരുടെ അവകാശത്തെ അവർ തടഞ്ഞിരിക്കുകയാണ്. പാണ്ഡവർ അവരുടെ അധ്വാനത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ നേടിയെടുത്ത, ധർമ്മത്തിലൂടെ നേടിയെടുത്ത ആ ഒരു രാജ്യവും സമ്പത്തും അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് കൗരവർ പല പ്രാവശ്യവും ചതിവിലൂടെ പാണ്ഡവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പാണ്ഡവരുടെ ആയുസിന്റെ ബലം കൊണ്ട് അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും യുധിഷ്ഠിരന് ഇവരോടൊന്നും ഒരു ശത്രുതയില്ല. ഇതെല്ലാം ഒരു പരാതി പോലും ഇല്ലാതെ എല്ലാം സഹിക്കുകയായിരുന്നു. ഇനി അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് അവകാശപ്പെട്ട രാജ്യം മാത്രമാണ്. ഈ സഭയിൽ വെച്ച് തന്നെ ഒരുപാട് ദുരിതങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്, കാട്ടിലും അതുകൂടാതെ വിരാട് രാജ്യത്തിലും. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒരു യുദ്ധം വേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ്. ഇത്രയും പറഞ്ഞിട്ട് രാജപുരോഹിതൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു, ധൃതരാഷ്ട്രയെ നോക്കി. ധൃതരാഷ്ട്രം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞെരുവിരി കൊള്ളുകയായിരുന്നു, ഒരു അസ്വസ്ഥത പോലെ. തൊട്ടടുത്ത് തന്നെ ഭീഷ്മരും വിതുരരും തല ഇങ്ങനെ ആട്ടുകയാണ്. അവര് വീണ്ടും ചിന്തിക്കുകയാണ് ആ ദിവസത്തെ, പാണ്ഡവരെ വനവാസത്തിലേക്ക് അയച്ച ആ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവർ വീണ്ടും രാജപുരോഹിതനെ നോക്കുകയാണ്. എന്നിട്ട് രാജപുരോഹിതൻ പറഞ്ഞു, പാണ്ഡവർ ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ട് ഒന്നും അവർക്ക് വേണ്ട. ഈ 13 വർഷം അവർ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളെയും അവർ മറക്കാൻ തയ്യാറാണ്. അവർ ഇപ്പോഴും നിങ്ങളുമായിട്ടൊരു സൗഹൃദത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കേണ്ടതാണ്. അവർ 7 അക്ഷോണി പടയെ തയ്യാറാക്കി യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ സൈന്യ ബലമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശക്തരാണ്, നിങ്ങൾ ചിന്തിക്കരുത്. പാണ്ഡവരുടെ കൂട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹത്തിന് അചിന്ത്യം ശക്തിയുണ്ട്. അത് കൂടാതെ ദ്രുപദനുണ്ട്, പാണ്ഡ്യരാജാവുണ്ട്, ദൃഷ്ടദ്യുമ്നുണ്ട്, ശിഖണ്ഡിയുണ്ട്. അങ്ങനെ ശക്തരായിട്ടുള്ള ഒരുപാട് മഹാരഥികളുണ്ട്. അത് കൂടാതെ പാണ്ഡവർ സ്വയം ഓരോ സഹോദരങ്ങളും വലിയ വലിയ യോദ്ധാക്കളാണ്, മഹാരഥന്മാരാണ്. അർജുൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ എല്ലാ സൈന്യത്തെയും തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഭരതശ്രേഷ്ഠ ആലോചിച്ച് തീരുമാനം എടുക്കും. ധനഞ്ജയൻ യുദ്ധത്തിനായിട്ട് വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ കേശവൻ ധനഞ്ജയനെ നയിക്കാനായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആർക്കാണ് അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കൂ. എന്താണോ തിരിച്ചു കൊടുക്കേണ്ടത് അത് തിരിച്ചു കൊടുക്കൂ. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. ഇത് പറഞ്ഞു തീർന്നപ്പോൾ സഭയിൽ നിശബ്ദമായിട്ടിരുന്നു എല്ലാവരും. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെ കണ്ണുകളും ധൃതരാഷ്ട്രത്തിലേക്ക് പോയി. ഇനി ധൃതരാഷ്ട്രമാണ് എന്തെങ്കിലും പറയേണ്ടത്. പക്ഷെ ധൃതരാഷ്ട്രം ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം കേട്ടിട്ട് ദുര്യോധൻ ചിരിച്ചു. എന്നിട്ട് കർണനെ ഒന്ന് നോക്കി. ദുര്യോധൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് പാണ്ഡവരെക്കാട്ടിയും കൂടുതൽ സൈന്യബലമുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് യുധിഷ്ഠിരന്റെ മുമ്പിൽ എന്തിനു നമ്മൾ കൈകൂപ്പിക്കണം? എന്നിട്ട് ദുര്യോധൻ വീണ്ടും സഭയിൽ എല്ലാവരും നോക്കുകയായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. അവസാനം ഭീഷ്മര് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി രാജപുരോഹിതനോട്. എന്നിട്ട് പറഞ്ഞു, പാണ്ഡവർ സുരക്ഷിതരായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു. അവർക്ക് പല പല രാജാക്കന്മാരുടെയും സഹായം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സാക്ഷാൽ ദാമോദരൻ ഭഗവാൻ കൃഷ്ണൻ അവരുടെ പക്ഷത്ത് ചേരുന്നത് അതിൽ പരം ഭാഗ്യമായിട്ട് വേറെ എന്താ ഉണ്ടാകാനുള്ളത്? പിന്നെ അതുകൂടാതെ
ഇത് അവർ ശാന്തി ആഗ്രഹിക്കുന്നത് അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അത് നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ്. പിന്നെ അങ്ങ് പറഞ്ഞതെല്ലാം പരമാർത്ഥം തന്നെയാണ്. വളരെ ശക്തമായിട്ട്, വളരെ നേരെ തന്നെ അങ്ങ് എല്ലാം സംസാരിച്ചു. ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഹിതത്തിന് വേണ്ടിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണമല്ലോ. അങ്ങനെ തന്നെയാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. പാണ്ഡവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. അവർക്ക് അർഹതപ്പെട്ട രാജ്യമാണ് ഇത്. എന്നിട്ടും സാക്ഷാൽ ദേവേന്ദ്രന് പോലും ഇവരെ തടയാൻ കഴിയില്ല, അവരുടെ അവകാശപ്പെട്ട അവരുടെ രാജ്യത്തിൽ നിന്ന്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ കുറിച്ച് പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? പിന്നെ അർജുൻ ഒറ്റയ്ക്ക് തന്നെ ഈ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയും എന്നതിൽ ഒരു സംശയമില്ല. ത്രിലോകങ്ങൾ മുഴുവൻ അർജുനെതിരെ നിന്നാലും അർജുന് തീർച്ചയായിട്ടും എല്ലാവരും തോൽപ്പിക്കാൻ കഴിയും. ഇതൊന്നും കർണന് സഹിക്കാൻ പറ്റിയില്ല. കർണൻ ചാടി എഴുന്നേറ്റു ഒന്നുമല്ല. ദുര്യോധന അപ്പോൾ കർണനെ നോക്കുകയായിരുന്നു. എന്നിട്ട് അലറിക്കൊണ്ട് ഭീഷ്മരെ തടഞ്ഞുകൊണ്ട് പുരോഹിതനെ നോക്കി പറയുകയാണ്, ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങയുടെ സമയം വെറുതെ പാഴാക്കി കളയാണ്. യുധിഷ്ഠിരനെ നമ്മൾ ചതിവിലൂടെ അല്ല തോൽപ്പിച്ചത്, നേരെ തന്നെയാണ് ആൾ തോറ്റത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല അവരുടെ അജ്ഞാതവാസം കഴിഞ്ഞു എന്ന്. പിന്നെ എന്തിനാണ് പാണ്ഡവർ അവരുടെ രാജ്യം ചോദിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സഭയിൽ ആരും ഒന്നും മിണ്ടിയില്ല. ദുര്യോധൻ പോലും ഒന്നും മിണ്ടിയില്ല ഒന്നും. പിന്നെ കർണൻ ഇത്രയും പറയേണ്ട ആവശ്യമുണ്ട്? എല്ലായിടത്തും ഈ എടുത്തുചാട്ടിയുള്ള പെരുമാറ്റവും സംസാരവും. അതുകൊണ്ട് ദുര്യോധൻ ഒരു ഇഞ്ച് സ്ഥലം പോലും പാണ്ഡവർക്ക് കൊടുക്കുന്നതല്ല. അതുകൊണ്ട് ധർമ്മം അനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ മുഴുവൻ ലോകവും തരാൻ തയ്യാറാണ്, മുഴുവൻ ഭൂമിയും തരാൻ തയ്യാറാണ്. പക്ഷെ ഭയത്താൽ നമ്മൾ ഒരു ഇഞ്ച് സ്ഥലം പോലും കൊടുക്കുന്നില്ല. ആദ്യം അവർ വാക്ക് പറഞ്ഞത് പ്രകാരം അവരുടെ വാക്ക് പാലിച്ചതിന് ശേഷം കൈകൂപ്പി ദുര്യോധന്റെ മുമ്പിൽ വരിക. അപ്പോൾ തീർച്ചയായിട്ടും അത് നൽകുന്നതായിരിക്കും. പക്ഷെ അധർമ്മത്തിലൂടെ അവർ യുദ്ധം ചെയ്താണ് എല്ലാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ദുഃഖം മാത്രമേ ലഭിക്കൂ. ദുര്യോധനും കർണനും ഉറച്ചു വിശ്വസിക്കുന്നു പാണ്ഡവർ അവരുടെ വാക്ക് പാലിച്ചില്ലെന്ന്. ഭീഷ്മര് ഗണിച്ചത് പ്രകാരം അവരുടെ അജ്ഞാതവാസം കഴിഞ്ഞു എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഇവരുടെ സ്വന്തം ഇത് കണക്കൂട്ടൽ അനുസരിച്ച് ഇനിയും കുറച്ച് മാസങ്ങൾ ബാക്കിയുണ്ടെന്ന്. ദുര്യോധൻ പാണ്ഡവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് ഒട്ടും തയ്യാറല്ല. കർണൻ പറഞ്ഞത് തന്നെയാണ് ദുര്യോധനും പറയാനുള്ളതെന്ന് ദുര്യോധൻ തല ആട്ടി സമ്മതിക്കുകയാണ്. ഭീഷ്മർ ഉടനെ കർണനെ നോക്കി പറഞ്ഞു, കർണ, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ, മത്സ്യരാജ്യത്തിൽ നീ മറന്നുപോയോ? അർജുൻ ഒറ്റയ്ക്കായിരുന്നു നമ്മളെല്ലാവരും തോൽപ്പിച്ചത്. നീയോ അതിനകത്തുണ്ടായിരുന്നില്ലേ? അർജുന്റെ ശക്തി എന്താണെന്ന് നീ ഇതിനു മുമ്പേ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതല്ലേ? ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ പറഞ്ഞത് പ്രകാരം നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കപ്പെടും എന്ന് ഭീഷ്മർ പറഞ്ഞു. എന്നാൽ ആ സഭയിലിരുന്ന കുറച്ചു പേര് ഭീഷ്മർ പറഞ്ഞത് അംഗീകരിച്ചു. പക്ഷെ ബാക്കിയുള്ളവർ കർണന്റെ വാക്കുകളെ പുകഴ്ത്തി എന്നുള്ള. അങ്ങനെ ആ സഭയിൽ ഒരു തർക്കമായി, എല്ലാവരും തമ്മിയായിട്ട്. ആ സമയത്ത് ധൃതരാഷ്ട്രർ കൈ ഉയർത്തി. എന്നിട്ട് കർണനെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഭീഷ്മരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് സഭയിൽ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭീഷ്മർ പറഞ്ഞതാണ് ശരി. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് ഭീഷ്മർ സംസാരിച്ചത്. എനിക്ക് കുറച്ച് സമയം വേണം ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട്. അതുകൊണ്ട് സഭയിലുള്ള എല്ലാവരും പിരിഞ്ഞു പോകൂ. ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് തിരിച്ച് പാണ്ഡവരുടെ അടുത്തേക്ക് പൊയ്ക്കോളൂ.
എന്നിട്ട് എന്താണോ നമ്മുടെ സന്ദേശം അത് ഞാൻ സഞ്ജയനിലൂടെ പറഞ്ഞയക്കുന്നതായിരിക്കും. അതിനുശേഷം ധൃതരാഷ്ട്രരുടെ സഭയിലുള്ള ബ്രാഹ്മണരെ കൊണ്ട് ആ ദൂതനെ ആദരവ് നൽകി. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്യും. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. ധൃതരാഷ്ട്ര ഒറ്റയ്ക്ക് സ്വന്തം സേവകരുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ധൃതരാഷ്ട്ര വളരെയധികം ദുഃഖിതനായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ചിന്തിക്കുകയായിരുന്നു, ഭീഷ്മർ പറഞ്ഞത് വളരെ ശരിയാണ്. അതുകൊണ്ട് നന്നായി ആലോചിച്ചേ പറ്റൂ. വിതുരർ, ദ്രോണർ, കൃപാചാര്യർ എല്ലാവരും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ഇവരെല്ലാം വലിയ പണ്ഡിതരാണ്. അവരെല്ലാവരും ദുര്യോധനെയും നിയന്ത്രിക്കാനാണ് പറയുന്നത്. യുധിഷ്ഠിരന് അദ്ദേഹത്തിന്റെ രാജ്യം തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ മകനെക്കുറിച്ച് എന്ത് പറയണമെങ്കിലും ധൃതരാഷ്ട്രർ അശക്തനാവുകയാണ്. ദുര്യോധനെ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പറയുമ്പോഴും പറ്റുന്നില്ല. എന്നിട്ട് എന്തെങ്കിലും ധർമ്മത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ ദുര്യോധൻ ചുമ്മാ പരിഹസിച്ച് ചിരിക്കുക മാത്രമേ ഉള്ളൂ. ദുര്യോധന്റെ അഭിപ്രായത്തിൽ പാണ്ഡവരോട് ധർമ്മം കാണിക്കുക, ന്യായം കാണിക്കുക എന്നത് ധർമ്മമായിട്ട് ദുര്യോധന ഒരിക്കലും കാണുന്നില്ല. അപ്പോൾ ധൃതരാഷ്ട്ര വിചാരിച്ചു, ഇതെന്തായാലും വിധിയായിരിക്കും. എന്തോ ഈശ്വര നിശ്ചയം അനുസരിച്ച് എല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയായിരുന്നു, ഉറച്ച തീരുമാനമെടുത്ത് സ്വന്തം മകനെ ശിക്ഷിക്കുക എന്നത് തന്നെയാണ്. വേണമെങ്കിൽ കാരാഗ്രഹത്തിലേക്ക് അയക്കുക ദുര്യോധന എന്ന് വരെ ചിന്തിച്ചു. പക്ഷെ എന്നിട്ട് അതും ധൃതരാഷ്ട്രർക്ക് കഴിയുന്നില്ല. ധൃതരാഷ്ട്രർക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റൂ, നല്ലത് പറഞ്ഞു കൊടുക്കുക, നോക്കുക. പിന്നെ അവനായി, അവന്റെ വിധിയായി എന്ന് ധൃതരാഷ്ട്ര ചിന്തിക്കുക. ഉടൻ തന്നെ രാജാവ് സഞ്ജയനെ വിളിച്ചു. സഞ്ജയൻ അറിയാലോ, ഭഗവത്ഗീത സഞ്ജയ വാച അല്ലേ. സഞ്ജയൻ എത്ര വലിയ ഭാഗ്യശാലിയാണ്, ഭഗവാന്റെ വലിയ ഭക്തനാണ്. സഞ്ജയൻ വലിയ ബുദ്ധിമാനായിരുന്നു. പാണ്ഡവരോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് ദൂതായിട്ട് അയക്കാൻ ഏറ്റവും ഉത്തമൻ സഞ്ജയൻ തന്നെയാണ്. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് സഞ്ജയന് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ സഞ്ജയൻ ഒരു യുദ്ധം അകറ്റാൻ വിജയിച്ചാലോ അതിനുള്ള കഴിവ് സഞ്ജയനുണ്ട് എന്ന് ധൃതരാഷ്ട്ര ചിന്തിക്കുകയാണ്. സഞ്ജയൻ കൊട്ടാരത്തിലെത്തി. ധൃതരാഷ്ട്ര പറഞ്ഞു, സഞ്ജയ, പാണ്ഡുപുത്രന്മാരിപ്പോൾ വിരാട് രാജ്യത്തിലാണ് താമസിക്കുന്നത്. നീ അവിടെ ചെല്ലു. എന്നിട്ട് എൻ്റെ ഉള്ള് എങ്ങനെയാണ് ഇപ്പോൾ എന്ന് അവരെ അറിയിക്കൂ. നീ വലിയ പണ്ഡിതനാണ്. ഞാൻ ഒരിക്കലും പാണ്ഡവരുടെ പക്ഷത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഇത്രയൊക്കെ ദുരിതങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടും അവരിപ്പോഴും നമ്മളോട് സൗഹൃദത്തിലാണ് കഴിയുന്നത്. അവർ ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അവരൊരിക്കലും അജ്ഞാനത്താൽ അലസത കാരണോ ഒരിക്കലും അവർക്കൊരു വീഴ്ച, തെറ്റ് സംഭവിക്കാറില്ല. അവർ അവരുടെ ഇന്ദ്രിയങ്ങളെ ജയിച്ചു കഴിഞ്ഞു. അവർ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ നന്ദി. എത്ര കറക്റ്റായിട്ടാണ് ധൃതരാഷ്ട്രം പറയുന്നത്. അവർക്ക് ഈ ലോകത്ത് ആരും ശത്രുക്കളായിട്ടില്ല. ദുർബുദ്ധിയായിട്ടുള്ള എൻ്റെ മകനെ പോലുള്ളവർ മാത്രമേ അദ്ദേഹത്തിൻ്റെ അവരുടെ ശത്രുക്കളായിട്ടുള്ളൂ. പിന്നെ ആ കർണനും. ദുര്യോധൻ പൊതുവെ തുടക്കത്തിൽ ഭയങ്കര ആരംഭശൂരത്വം മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ അവൻ്റെ എല്ലാ വീര്യവും പിന്നെ ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ എന്നിട്ടും അവൻ മണ്ടത്തരം കൊണ്ട് ചിന്തിക്കുന്നു പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയുന്നു. യുധിഷ്ഠിരൻ, കേശവൻ, അർജുൻ, ഭീമൻ, മാദ്രിപുത്രന്മാർ, സാത്വികി, വലിയ വലിയ രാജാക്കന്മാർ, ഇവരുടെ മുമ്പിൽ ആർക്കാ പിടിച്ചിരിക്കാൻ കഴിയും? അർജുൻ ഒറ്റയ്ക്ക് ഭഗവാൻ കൃഷ്ണൻ സാരഥിയായിട്ടിരിക്കുമ്പോൾ ത്രിലോകങ്ങളെയും കീഴടക്കാൻ പറ്റും. വജ്രായുധം പോലെയായിരിക്കും അർജുന്റെ ഓരോ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നത്.
അർജുന്റെ അസ്ത്രങ്ങൾ എല്ലാ ദിശകളിൽ നിന്നും വരും. അതിന് പകരമായിട്ട് തിരിച്ചെന്ത് മറുപടി കൊടുക്കാനാണ്? അങ്ങനെ ആ വരുന്ന യുദ്ധത്തെക്കുറിച്ച് ധൃതരാഷ്ട്രം വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കുക. അദ്ദേഹം വിചാരിച്ചു, അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ബോധ്യമായി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഒരു അവസരം പോലും കിട്ടത്തില്ല. വലിയ ഒരു സൈന്യമുണ്ട്, പക്ഷെ പാണ്ഡവരെ തടയാൻ കഴിയില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അവരെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭയത്തെയൊക്കെ പറയുകയാണ് സഞ്ജയനോട്. കൃഷ്ണനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കൃഷ്ണൻ അജയനാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയം ഉറപ്പാണ്. പിന്നെ യോദ്ധാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. പിന്നെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അദ്ദേഹം ഭഗവാനാണ്. നമുക്ക് എന്തായാലും ധൃതരാഷ്ട്രക്ക് ജയ് എന്തായാലും പറയണം അല്ലേ? കാരണം എന്തായാലും പാവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായാലും അറിയാം, പുത്രസ്നേഹത്താൽ അന്ധനായതാണ്. അദ്ദേഹത്തിന് അത്ര മാത്രമേ തെറ്റ് ചെയ്യുന്നുള്ളായിരിക്കും, നമ്മൾ എത്ര വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് എന്തായാലും അദ്ദേഹം ഒരു അത്ര മോശമുള്ള വ്യക്തിയൊന്നും അല്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കറിയാം എന്താണ് സംഭവം. എന്നിട്ട് ഇവിടെ പറഞ്ഞു, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ പാണ്ഡവരെ സഹായിക്കുമ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ദേവന്മാർക്ക് പോലും പാണ്ഡവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. അതായത് പാണ്ഡവർക്കെതിരെ ദേവേന്ദ്രനും മഹാദേവൻ നിന്നാൽ പോലും ഭഗവാൻ കൃഷ്ണൻ ഉണ്ടെങ്കിൽ പിന്നെ പിടിച്ചിരിക്കാൻ കഴിയില്ല. ഖാണ്ഡവ വനത്തിൽ അർജുന്റെയും കൃഷ്ണന്റെയും ശക്തി എന്താണ് നമ്മൾ കണ്ടതാണ്. ഇനി അവരുടെ കൂട്ടത്തിൽ ഭീമനും ഇരട്ട സഹോദരങ്ങളും കൂടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൈന്യം തീർന്നു തന്നെ. പാണ്ഡവരുടെ ശക്തി എന്താണെന്ന് ആർക്കും അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഞ്ജയ, അത് മറ്റ് യോദ്ധാക്കളെ കുറിച്ചും കൂടെ ഞാൻ പറയട്ടെ. ധൃതരാഷ്ട്ര ചാരന്മാരിൽ നിന്നും അറിഞ്ഞത് വിരാട് രാജ്യത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. അങ്ങനെ ഓരോരോ രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണ്, അവരുടെ ശക്തികളെ കുറിച്ചാണ്. എന്നിട്ട് വീണ്ടും കൃഷ്ണനിലേക്ക് എത്തിയെന്നുള്ളതാണ്. അന്നേരം ധൃതരാഷ്ട്രം എത്ര നല്ല ഭക്തനും കൂടെ ആണ് നമ്മൾ നോക്കണേ. വീണ്ടും വീണ്ടും കൃഷ്ണൻ. അന്നേരം ധൃതരാഷ്ട്രം പറയുകയാണ്, പക്ഷെ ഇവരൊക്കെ ശക്തരായിട്ടുള്ള യോദ്ധാക്കളാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം കൃഷ്ണനെയാണ്. എത്ര എളുപ്പത്തിലാണ് ശിശുപാലനെ കൃഷ്ണൻ കൊന്നത്, നരകാസുരനെ കൊന്നത്, കംസനെ കൊന്നത്. അങ്ങനെ എത്രയോ യോദ്ധാക്കളെ കൃഷ്ണൻ വളരെ നിഷ്പ്രയാസമാണ് കൊന്നത്. അതുകൊണ്ട് ഉറപ്പാണ് ഇത് സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പേ കേട്ടിരിക്കുന്നു വിഷ്ണു എങ്ങനെയാണ് വലിയ വലിയ യോദ്ധാക്കളെയൊക്കെ കൊന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് സാക്ഷാൽ വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ, ഒരു സംശയമില്ല. അതുകൊണ്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഗവാൽഗനി പുത്ര, ഗവാൽഗനി ആരാ? സഞ്ജയന്റെ അമ്മയുടെ പേരാണ്. ഇനി അതിൽ നിന്ന് ഞാൻ കൂടുതൽ ഭയപ്പെടുന്നത് യുധിഷ്ഠിരനെയാണ്. യുധിഷ്ഠിരനെ ഞാൻ ഭയപ്പെടുന്ന പോലെ വേറെ ആരെയും ഞാൻ ഭയപ്പെടുന്നില്ല. എന്താണ് കാരണം? നമുക്ക് നോക്കാം. കാരണം യുധിഷ്ഠിരനെ പോലെ ഒരു തപസ്വി ഈ ലോകത്ത് വേറെയില്ല. ഇത്രയും ധർമ്മിഷ്ഠൻ വേറെയില്ല. ഇത്രയും ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തി വേറെയില്ല. ഇത്രയും മനോനിയന്ത്രണമുള്ള വ്യക്തി വേറെ ആരുമില്ല. അതുകൊണ്ട് യുധിഷ്ഠിരന് യുദ്ധം പോലും ചെയ്യണ്ട, മനസ്സാൽ ഒന്ന് വേദനിച്ചാൽ മതി, കൗരവ സൈന്യം മുഴുവൻ ഭസ്മമാകുമെന്ന്. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജ് കീ ജയ്. എന്തോ പറയണ്ടല്ലേ? യുധിഷ്ഠിരൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, കൗരവ സൈന്യം മൊത്തത്തിൽ ചാമ്പലായി പോകും. അത്രയ്ക്ക് തപോബലമുണ്ട് യുധിഷ്ഠിരൻ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യുധിഷ്ഠിരനെയാണ്. എന്നിട്ട് ഇന്നത്തെ കാലത്ത് പൊതുവെ ആൾക്കാർ എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്ത് ധർമ്മമൊക്കെ ആര് നോക്കുന്നു? എല്ലാം അധർമ്മമാണെന്ന്. എല്ലാവരും അധർമ്മം തന്നെ ചെയ്തേ പറ്റൂന്ന്. പക്ഷേ ധർമ്മത്തിനൊരു ശക്തിയുണ്ട്. നമ്മളെപ്പോഴും സത്യം, ന്യായം, നീതി ഇതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ജയം എപ്പോഴും നമ്മുടെ തന്നെയായിരിക്കും. അതിൽ തന്നെ ഉറച്ചിരിക്കും.
ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാള്. ആ നമ്മളെപ്പോഴും കേൾക്കാറില്ലേ, സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കൂ. അതുകൊണ്ട് എത്ര നമ്മൾ മുഖംമൂടി ധരിച്ചാലും, എത്ര നമ്മൾ പുറമെ പല പല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു 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 അഭിനയിച്ചാലും എന്താണോ ഒറിജിനൽ അത് എപ്പോഴും ഒറിജിനൽ ആയിരിക്കും. അതാണ് യുധിഷ്ഠിരന്റെ വിജയം എന്നുള്ളത്. ഒന്നാലോചിച്ച് നോക്കണം, എത്ര പേരാ യുധിഷ്ഠിരനെ സപ്പോർട്ട് ചെയ്യുന്നറിയാം. അതായത് ഒരാളുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ശത്രുക്കൾ പോലും ശത്രുക്കൾ പോലും ആ വ്യക്തിയെ സ്തുതിക്കുകയാണെങ്കിൽ അതാണ് ഒറിജിനൽ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളെ തീരെ ഇഷ്ടമല്ലാത്ത വ്യക്തികൾ പോലും നമ്മുടെ ഗുണങ്ങളെ അംഗീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ യഥാർത്ഥ ഗുണങ്ങൾ. അങ്ങനെയായിരിക്കണം നമ്മൾ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരമല്ല വേണ്ടത്, നമ്മൾ ഒറിജിനലായിട്ടിരിക്കുക. ഒറിജിനലായിട്ടിരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ അംഗീകരിക്കും. ഭഗവാൻ അംഗീകരിച്ചാൽ പിന്നെ ആരാ അംഗീകരിക്കാതിരിക്കുന്നു? ഭഗവാൻ അംഗീകരിച്ചു, യുധിഷ്ഠിരനാണ് ഈ ലോകം ഭരിക്കാൻ കഴിവുള്ള വ്യക്തി. അതൊരു സർട്ടിഫിക്കറ്റാണ്. അത് ആദ്യമേ ഭഗവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഭഗവാൻ പറഞ്ഞതാണ്. അന്നേരം ഭഗവാൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ലോകം എല്ലാം അംഗീകരിക്കും. അതുകൊണ്ട് നമ്മളും അതിലാണ് ഉറച്ചിരിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും, ഇത് നഷ്ടപ്പെടുന്നു, അത് നഷ്ടപ്പെടുന്നു. പക്ഷെ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ, എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്നു. പൂർവാധിക ശക്തിയോടുകൂടി എല്ലാം പിടിച്ചെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഒരു രഥത്തിൽ പാണ്ഡവരെ കാണാൻ പോവുക. എന്നിട്ട് എൻ്റെ ഉള്ളിൽ അവരോടുള്ള സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും പറയുക. ഞാനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഞാൻ ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു അഭ്യർത്ഥനയ്ക്കുടെ മുമ്പിലും ഞാൻ തല കുനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരുടെ എല്ലാം ക്ഷേമം അന്വേഷിക്കുക, അവരുടെ സുഹൃത്തുക്കളുടെയും. പിന്നെ നിനക്ക് അനുയോജ്യമായിട്ട് എന്താണോ സംസാരിക്കാൻ തോന്നുന്നത് അതൊക്കെ സംസാരിക്കുക. നമ്മുടെ കുലത്തെ രക്ഷിക്കാൻ നോക്കുക. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത്, അത് യുദ്ധത്തിനൊരു കാരണമാകുന്നു. അതുകൊണ്ട് പാണ്ഡവർക്ക് അവരുടെ രാജ്യം കൊടുക്കും എന്നുള്ള ഒരു വർത്തമാനം ഒഴികെ ബാക്കിയെല്ലാം ധൃതരാഷ്ട്രർ പറഞ്ഞു. അന്നേരം കുറച്ചല്ല, നല്ലൊരു പൊളിറ്റിക്സും ഉണ്ട് ധൃതരാഷ്ട്രർക്ക്. അന്നേരം അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടും എന്നൊഴികെ ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് ധൃതരാഷ്ട്രർ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അധ്യായം കഴിയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അധ്യായം? കമൻസിലിടൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതായിരുന്നു ഇന്നത്തെ? ഇനി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ധൃതരാഷ്ട്രരുടെ ആ സന്ദേശം പാണ്ഡവരിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പിന്നെ വൈകുന്നേരത്ത് ധൃതരാഷ്ട്രരുടെ ഭയത്തെക്കുറിച്ച് ഒരു അധ്യായം അതിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അടുത്ത അധ്യായത്തിൽ കൗരവരുടെ ഭയം, എന്നിട്ട് പാണ്ഡവർ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് എത്തുകയാണ്. ഭഗവാന്റെ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ നിമിഷം ഭഗവാൻ ദൂതനായിട്ട് വരുന്നു. ഹരേ കൃഷ്ണ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗമാണ് ഭഗവാൻ ദൂതനായിട്ട് വരുന്ന ആ ഒരു ഭാഗം. ദുര്യോധന്റെ ധാർഷ്ട്യം, പിന്നെ അവിടെ ഉണ്ടാകുന്ന സംഭവം അല്ലെ, ഭഗവാനെ ബന്ദിയാക്കാൻ നോക്കുന്ന ആ ഒരു രംഗം. പിന്നെ എല്ലാവരും കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. സോ ഇനി അധികം ലേറ്റ് ആവത്തില്ല, നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകേണ്ടി വരും. ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്.
എനിക്ക് ഇന്നത്തെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ധൃതരാഷ്ട്രയുടെ വാക്കുകളാണ്. ദുര്യോധൻ യുധിഷ്ഠിരനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം അല്ലേ, അതായത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. അത് എനിക്ക് ഏറ്റവും ഭയം കൃഷ്ണനെയാണ്. ഭഗവാൻ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ പിന്നെ എന്താ പറയേണ്ടത്? എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എത്ര അസുരന്മാരെയാണ് കൊന്നിരിക്കുന്നത്. കംസനെ കൊന്നു, നരകാസുരനെ കൊന്നു. അന്നേരം ഇവര് കുട്ടിക്കാലത്തെ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. കുഞ്ഞായിരുന്നപ്പോ ഭൂതനെ കൊന്നു, ഗോവർദ്ധന പർവ്വതം ഉയർത്തി. എത്ര വലിയ മണ്ടനാണ് നോക്കണേ ദുര്യോധനൊക്കെ. ഒന്ന് ചിന്തിച്ചൂടെ? വൃന്ദാവനത്തിൽ വെച്ച് അസുരന്മാരെ എല്ലാം കൊന്നത് ആയുധം എടുക്കാതെയാണ്. ആയുധമൊന്നും എടുക്കാതെ ഗോവർദ്ധനം പൊക്കിയെടുത്തു. ദേവേന്ദ്രനോട് യുദ്ധം ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ രംഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ബലരാമസ്വാമി അടുത്ത് ദുര്യോധൻ വന്ന് സംസാരിച്ച് അങ്ങ് ഏത് പക്ഷം നമ്മുടെ പക്ഷം നിൽക്കണമെന്നൊക്കെ അഭ്യർത്ഥിക്കുമ്പോൾ ബലരാമസ്വാമി പറയും, ഞാൻ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, പക്ഷെ കേശവൻ കേട്ടില്ല. പിന്നെ കേശവൻ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാണ്? പിന്നെ കേശവന് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു രസമില്ല, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, പക്ഷെ ഭഗവാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാണ്ഡവരെ, എനിക്ക് സൈന്യത്തെയാണ് നൽകിയെന്ന്. അന്നേരം ഉടനെ ബലരാമസ്വാമി വിചാരിച്ചു, മോനെ നിന്റെ കാര്യത്തിലൊരു തീരുമാനം. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തോ വിജയം ഉറപ്പിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പല പല പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും, പക്ഷേ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഏതെങ്കിലും ഒരു ദിവസം ജയം നമ്മുടെ പക്ഷത്ത് വരുമെന്നുള്ളതാണ്. ആ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്തായിരിക്കും നമുക്ക് ആ ജയം വരുന്നത്. ഭഗവാൻ കൃഷ്ണനെ മാത്രം നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. ഭഗവാനെ മാത്രം നമ്മൾ നമ്മുടെ പക്ഷത്താക്കിയാൽ ബാക്കി ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ നമുക്ക് എങ്ങനെ നമ്മുടെ പക്ഷത്താക്കും? നാമം ജപിക്കുക, അധർമ്മം ചെയ്യാതിരിക്കുക. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? 4 യമനിയമങ്ങൾ. മത്സ്യമാംസാദികൾ കഴിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, അഭീത ബന്ധങ്ങൾ പുലർത്തരുത്, ചൂത് കളിക്കരുത്. എന്നാൽ ഈ 4 യമനിയമങ്ങളും പാലിച്ച് ഭഗവാന്റെ തിരുനാമം നമ്മൾ ജപിക്കുകയാണ്. 16 മാല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു പ്രാവശ്യം പഞ്ചതത്വ മന്ത്രം, ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. പഞ്ചതത്വ മന്ത്രം ഒരു പ്രാവശ്യം, 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം. അങ്ങനെ ഒരു 16 മാല നമ്മൾ ഡെയിലി ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനാ ഭയം? ആരെയാണ് ഭയം? ഭഗവാൻ കൃഷ്ണൻ സദാസമയം നമ്മുടെ കൂട്ടത്തിൽ കാണുന്നു. ഒരു ദിവസത്തിൽ നമ്മൾ ഒരു 16 മാല ജപിക്കുമ്പോൾ 24 മണിക്കൂറും നമ്മൾ ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. ഒരു കവചം, പാണ്ഡവരെ സംരക്ഷിച്ച അതേ കവചം തന്നെ. ഇടയ്ക്ക് അത് മഹാഭാരതത്തിൽ പറയുന്നില്ല, പല ആചാര്യന്മാരിലൂടെ അറിഞ്ഞതാണ്. പല ആവിചാരക്രിയകൾ ചെയ്ത് പാണ്ഡവരെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ആ ആവിചാരക്രിയ ചെയ്യുമ്പോഴെല്ലാം മന്ത്രവാദി നോക്കുമ്പോൾ ഒരു മയിൽപീലിയുടെ നിഴല് പാണ്ഡവരെ സംരക്ഷിക്കുന്നതായിട്ട് ഇങ്ങനെ കാണുകയാണ്. അന്നേരം ഭഗവാന്റെ സംരക്ഷണത്തിലായിരിക്കും നമ്മൾ. 16 മാല ഡെയിലി ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുമ്പോഴും പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പൊതുവെ എല്ലാവരും പറയാറുണ്ട്, ചില വ്യക്തികൾ പറയാറുണ്ട്, എന്തുവാ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞു. ഭഗവത്ഗീത അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല കേട്ടോ. അതായത് നടന്നതെല്ലാം നല്ലത്, ഇപ്പോഴും നടക്കുന്നത് നല്ലത്, ഇനി വരാൻ പോകുന്നത് നല്ലത്. ഇത് ആർക്കാണെന്നറിയാം? പാണ്ഡവർക്ക്. അതായത് നമ്മൾ 16 മാല ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നത് എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്. ഇനി നടക്കാൻ പോകുന്നത് നല്ലതിന് വേണ്ടിയായിരിക്കും.
പക്ഷെ നമ്മൾ ഭക്തിപരമായിട്ടുള്ള ജീവിതമല്ല നമ്മുടേതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ നടന്നതെല്ലാം നല്ലതാണെന്ന്? ഇപ്പൊ നടക്കുന്ന നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇനി നടക്കാൻ പോകുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ദുര്യോധന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പേ നടന്ന എല്ലാം നല്ലതാണോ? ഇപ്പം ദുര്യോധൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ? എന്നിട്ട് ഇനി നടക്കാൻ പോകുന്നത് നല്ലതാണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഭക്തിപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്ന എല്ലാം നല്ലത്, ഇപ്പോൾ നടക്കുന്നത് നല്ലത്, ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് അത് സാധാരണ വ്യക്തികളുടെ നോട്ടത്തിൽ അത് അനുഗ്രഹമായിട്ട് തോന്നിയാലും അല്ലെങ്കിൽ വലിയൊരു ശാപമായിട്ട് തോന്നിയാലും, അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, അങ്ങനെ പുറം ലോകത്തുള്ളവർക്ക് അത് പലതായിട്ടും തോന്നും. പക്ഷേ അതൊരു രോഗമായിട്ട് തോന്നും, അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നും. അത് അവർക്ക് എന്ത് തോന്നുന്നു അത് ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ എങ്ങനെ ഭക്തിയിൽ പുരോഗമിക്കുന്നു, നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ സാമീപ്യമാണല്ലോ. അതായത് ഒരു ഭക്തന് സ്വർഗലോകത്തിന്റെ ദേവേന്ദ്രന്റെ പദവി ലഭിച്ചാലും ഭഗവാൻ കൃഷ്ണനുമായിട്ട് ഒരു ബന്ധമില്ല, ഭക്തി ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ സ്വർഗരാജ്യം പോലും നരകമായിട്ട് തോന്നും. പക്ഷെ ഭഗവാന്റെ ഭക്തിയിൽ നരകലോകത്ത് പോലും ജീവിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് സ്വർഗം പോലെയാണ് ഭക്തർ കാണുന്നത്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനാണ് ഒരു ഭക്തരുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള നിധി. അത് അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുകയാണെങ്കിൽ അവർ മരിക്കും. പക്ഷെ കൃഷ്ണൻ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. യുധിഷ്ഠിരൻ കണ്ടില്ല, എത്ര പാവമാണ് നോക്കണം, ഇത്രയും സർവ്വ ഗുണങ്ങളുണ്ട്, മഹാശക്തനാണ്, മഹായോദ്ധാവാണ്, ഭയങ്കര തപോവനുണ്ട്. ഇപ്പം ധൃതരാഷ്ട്ര പറഞ്ഞു കേട്ടില്ല, യുധിഷ്ഠിരൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി എല്ലാ കൗരവനും ഭസ്മാവുമെന്ന്. ദ്രൗപദി ദേവി ഒന്ന് വിചാരിച്ചാൽ മതി, ദ്രൗപദി ദേവിയെ പോലെ ഒരു പതിവ്രത ആ സമയത്ത് വേറെ ആരുമില്ല. എന്നിട്ട് ദ്രൗപദി ദേവി ഒന്ന് വിചാരിച്ചാൽ തന്നെ എല്ലാരും ഭസ്മാവും. എന്നിട്ടും അവരെല്ലാം സഹിച്ചും ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവല്ലേ? അതാണ് പാണ്ഡവരുടെ ഗ്രേറ്റ്നെസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ തോന്നുന്നു. ഇനി ഒരു 4-5 അധ്യായം കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് 2 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ.